ഹലോ നമസ്കാരം, ഞാൻ രേഖ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിനെ പറ്റിയാണ്. എൻ്റെ വീട് ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് പുതുക്കി പണിഞ്ഞതാണ്. താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മേളിലോട്ടും കൂടെ ഒന്ന് പുതുക്കി പണിഞ്ഞു. അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളും കൂടെ പങ്കുവയ്ക്കാനുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ റോഡിൽ നിന്ന് വീട്ടിലോട്ട് പോകാനുള്ള വഴി. അപ്പം പോവാം. ഓക്കെ, നമുക്ക് എടുക്കട്ടെ, സെൽഫി എടുക്കട്ടെ. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള, ഇതാണ് നമ്മുടെ സ്വർഗ വീട് അല്ലേ അച്ചൂട്ടാ? ഇതാണ് നമ്മുടെ സ്വർഗം എന്ന് വേണം പറയാൻ. ഇത് നമ്മുടെ കാർ പോർച്ചാണ്. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. കാർ പോർച്ചിൽ വിശാലമായിട്ട് എൻ്റെ അച്ചൂട്ടന്റെ രണ്ട് വണ്ടി കാണിച്ചു കൊടുത്തേ അച്ചൂട്ടാ. അച്ചൂട്ടന്റെ രണ്ട് സൂപ്പർ വണ്ടികളാണ്. അച്ചൂട്ടന്റെ ബർത്ത്ഡേക്ക് ആര് കൊടുത്ത ഗിഫ്റ്റ് ആണ്? അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ വാതിൽ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കപ്പം വീണൊന്ന് കണ്ടിട്ട് വരാം. ബാ, ഇപ്പം കയറി വരുന്ന നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്ത ഒരു സോഫയാണ്. പഴയ സോഫ തന്നെയായിരുന്നു. അതിന്റെ ഈ ഒരു ഇത് ഞങ്ങളുടെ പഴയ സോഫ തന്നെയാണ്. ജസ്റ്റ് നമ്മളൊരു അപ്പോൾസറി വർക്ക് ചെയ്തൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു, അത്ര തന്നെ. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഡൈനിങ് ടേബിളും പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവാൻ കോട്ട് എന്നുള്ളത്. അതും നമ്മളൊരു ജസ്റ്റ് അങ്ങ് പണിയിപ്പിച്ചു. പിന്നെ ഈ പഴയ വീട്ടിൽ നമ്മൾ ഓൾട്ടർ ചെയ്തെന്ന് പറയാൻ പ്രത്യേകിച്ച് സീലിംഗ് മാത്രമാണ്, മേളിലത്തെ സീലിംഗ്. ഇത് മാത്രമാണ് ഞങ്ങൾ എക്സ്ട്രാ ഇവിടെ താഴെ ചെയ്തെന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു സീലിംഗ് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത ഒരു സീലിംഗ് ആയിരുന്നു. ഫാൻ രണ്ടും എൻ്റെ അച്ചക്കുട്ടന്റെ സെലക്ഷൻ ആയിരുന്നു അല്ലേ അച്ചക്കുട്ട? യെസ്. പിന്നെ എക്സ്ട്രാ ചെയ്തത്, ഇത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനന്ന് അൺബോക്സിങ് ചെയ്തതാണ്. അതിന് നമ്മൾ ഇവിടെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഇവിടെ ചെയ്തത് ഒരു TV സ്റ്റാൻഡ് മാത്രമാണ് കേട്ടോ. പിന്നെ വാഷ് ബേസിന്റെ അവിടെ പഴയ വാഷ് ബേസിൻ മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ വെച്ചു. ഇത് നമ്മുടെ പഴയ സോക്കേസ് തന്നെയായിരുന്നു, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പിന്നെ എക്സ്ട്രാ ചെയ്തത് നമ്മൾ ഇവിടെയായിരുന്നു. ഈ ഒരു ബാത്റൂമിന്റെ ഡോർ ഒന്ന് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് ബാത്റൂമിന് ചെറുതായിട്ടൊരു ഉള്ള സ്ഥലത്ത്, പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പഴയ വീടായതുകൊണ്ട് നമുക്ക് കോമൺ ബാത്റൂം ആണ് ഉള്ളത്, അറ്റാച്ച്ഡ് ബാത്റൂം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ താഴത്തെ ബാത്റൂം എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് താഴത്തെ 2 ബെഡ്റൂമും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ താഴത്തെ അടുത്ത റൂം എന്ന് പറയുന്നത്. ഇത് എൻ്റെ അച്ചൂട്ടന്റെ സ്റ്റഡി ടേബിൾ ആണ്. അച്ചൂട്ടന്റെ ബുക്കും ബാഗും എല്ലാം നമ്മൾ ഇതിനകത്തെല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. ബാഗും എല്ലാം അതിനകത്താണ് ഇടുന്നത്. അച്ചൂട്ടൻ്റെ ഇത് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന അച്ചൂട്ടന്റെ സ്റ്റഡി ടേബിൾ ആണിത്. പിന്നെ ഇത് ജസ്റ്റ് താഴത്തെ ഒരു റൂം എന്ന് വേണം പറയാൻ, സിമ്പിൾ റൂം, അത്രേ ഉള്ളൂ. ബാ, നമുക്ക് അടുത്ത റൂം നോക്കിയിട്ട്. ഇതാണ് നമ്മുടെ താഴത്തെ 2ാമത്തെ റൂമും. ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് ദാ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ റൂമാണിത്. അദ്ദേഹത്തിന് പണ്ട് ഡോറാബൂജിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അച്ഛൻ വരച്ചു കൊടുത്ത ഡോറാബൂജിയാണ്. എന്നും ഡോറാബൂജിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് എന്റെ കൊച്ചു ഉറക്കം ഇടിക്കുന്നത്. പിന്നെ ഇതാണ്, നമ്മൾ വന്നാലും ശരി ഞങ്ങൾ എല്ലാവരും, അമ്മയാണെങ്കിലും അച്ഛനും ആണെങ്കിലും, ഞങ്ങൾ രണ്ടും അച്ഛനും എല്ലാവരും കിടക്കുന്ന ഒരു റൂമാണ് ഞങ്ങളുടെ ഈ റൂം എന്ന് പറയുന്നത്. അപ്പുറം ഇപ്പുറം ഒക്കെ റൂം ഉണ്ടെങ്കിലും ശരി ഞങ്ങൾ കിടക്കാറില്ല. പിന്നെ ഇപ്പൊ ചെയ്യിപ്പിച്ചതെന്ന് പറയാൻ ഈ ഒരു അലമാരയാണ്. പഴയതെന്ന് വെച്ചാൽ തടിയുടേതായിരുന്നു, പക്ഷെ അത് ചീത്തയായി. എന്ന് വെച്ചാൽ ഉളുമ്പെടുത്തിട്ട് അത് ചീത്തയായി. അങ്ങനെ ഇപ്പം രണ്ടാമത് ഇപ്പൊ വീട് ചെയ്യിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ച ഒരു ഷെൽഫാണ് ഇത്. നമ്മുടെ അത്യാവശ്യം 1 2 3 4 4 ലെയർ വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു റാക്കാണ്. പിന്നെ ഇവിടെ ഒരു മിറർ, ജസ്റ്റ് ഒരു സ്വിച്ച് ബോർഡൊന്നും മാറ്റിയില്ല, പഴയ സ്വിച്ച് ബോർഡ് തന്നെയാണ്. ജസ്റ്റ് ഒരു മിറർ ഉണ്ട്. പിന്നെ അത്യാവശ്യം എന്റെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഒരു റാക്ക്, അതേപോലെ താഴെ ഇവിടെ ഒരു റാക്കും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ താഴത്തെ 2 റൂം എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇത് വേറെ ഒരു കാര്യങ്ങളും പഴയതൊന്നും ചെയ്തിട്ടില്ല, പഴയതുപോലെ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. അതേപോലെ തന്നെ ഇന്ന് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി ഇന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ. എൻ്റെ അപ്പ കൊണ്ട് തന്നെയാണ്. താഴെ വീട്ടില് വീണ മാങ്ങ, നല്ല പഴുത്ത നല്ല ഊറുന്ന മാങ്ങ എനിക്ക്
ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നിന്ന് ജസ്റ്റ് ഇതുമാണ് നമ്മുടെ അടുക്കള എന്ന് പറയത്തക്ക സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ അമ്മ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം പെയിന്റ് ഒക്കെ അടിച്ചോണ്ട് അമ്മ പിന്നെ ആകെ അരിയാണ് ചോറ് വെക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ ഒന്ന് പുറത്ത് വെക്കാൻ തുടങ്ങി. അപ്പൊ ആ സ്ഥലം കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഇനി നമുക്ക് മേളിലത്തെ നിലയൊന്ന് കണ്ടിട്ട് വരാം. ഇത് അച്ചൂട്ടൻ 1 വയസ്സുള്ളപ്പോ എടുത്ത ഒരു ഫ്രെയിമാണ്. നമ്മുടെ അച്ഛനും അമ്മ, എൻ്റെ അച്ഛൻ റിട്ടയർഡ് ആയ സമയത്ത് എടുത്ത ഫോട്ടോയാണ്, അച്ഛനും അമ്മയായിട്ടുള്ള ഫോട്ടോ. ഇത് ഞാനും എൻ്റെ ചേച്ചിയാണ്. എനിക്ക് ചേച്ചിയാണുള്ളത്. അത് ചേച്ചിയുടെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടുന്നുണ്ട്. അപ്പൊ ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലിയാണ്. ഇത് ഞങ്ങൾ എല്ലാവരും എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെയർ കയറി മേലോട്ട് പോവുകയാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഞങ്ങളല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഒരു സാധനങ്ങളും ഫോട്ടോയിൽ കണ്ടെന്നല്ലാതെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അച്ഛനും അമ്മയും ചേർന്നിട്ടായിരുന്നു കംപ്ലീറ്റ് സാധനങ്ങളും സെലക്ട് ചെയ്തത്. അങ്ങനെ അവർ ഫോട്ടോ പോലും ഞങ്ങൾക്ക് അയച്ചു തരുന്നത് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ലായിരുന്നു. പക്ഷെ നല്ല ഒരു ലൈറ്റ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ മനോഹരമായ ഹോള്. വലുതായിട്ടൊന്നും അങ്ങനെ വാങ്ങിയത് ആയിട്ടൊന്നും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിയ ഒരു സോഫ സെറ്റാണ്. അത്യാവശ്യം ഒരു കോർണർ ടൈപ്പ് സോഫ സെറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് കോർണറിൽ ഇങ്ങനെ ചേർത്ത് ആ ഒരു ഷോപ്പിൽ കിടന്ന കണക്ക് നമുക്ക് ഇടാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഇടുകയായിരുന്നു ചെയ്തത്. അതാണ് നമ്മുടെ പുതിയ സോഫ സെറ്റ്. ഈ ഒരു സംഭവം എൻ്റെ കെട്ടിയവൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പണിഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞു നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ഒരു റാക്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു തന്ന ഒരു സ്റ്റാൻഡാണിത്. അങ്ങനെ കുക്കിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീട് നമ്മളിങ്ങനെ പണിയുമ്പോഴാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പണിയണമെന്ന്. അങ്ങനെ കുക്കിയുടെ ഇഷ്ടത്തിന് നമ്മളൊരു സ്റ്റാൻഡൊക്കെ പണിഞ്ഞു. അങ്ങനെ അതിൽ കുക്കി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇത് വെക്കുന്നതന്നെ ഉള്ളൂ, ഡോണ്ട് ടച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ ഹോൾ എന്ന് പറയുന്നത്. പിന്നെ വലുതായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ മെയിൻ എന്ന് പറയാൻ നമ്മുടെ ഈ ഒരു മേളില് 2 റൂമും ഒരു ഹോളുമാണ് നമ്മൾ ചെയ്തത്. നല്ല സീലിംഗ് ആണ് അവർ നമുക്ക് ചെയ്തു തന്നത്. നമ്മൾ എന്തായാലും ഇങ്ങനെ ഓൺലൈനിൽ അതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നോക്കി പിക്ചർ അയച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. കറക്റ്റ് ആയിട്ട് അവർ ഫാനും കൂടെ കാണിച്ചു തരും. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് സീലിങ്ങിന് ചേരുന്ന കളറിലുള്ള ഫാൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടി എന്നുള്ളതാണ്. നല്ല ഭംഗിയിൽ നല്ല ക്യൂട്ടായിട്ട് അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കയറുന്ന നല്ല ഒരു ഹോളാണിത്. കാര്യം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം ഇങ്ങനെ കയറി ഇറങ്ങണം, വീഡിയോ തന്നെ എടുക്കാം, കയറി ഇറങ്ങണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ തന്നെ വെട്ടം വരത്തക്ക രീതിയിൽ തന്നെയാണ് എനിക്ക് ജനൽ വെച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് എയർ കിട്ടത്തക്ക, നല്ല കാറ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ഹോള് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ മേളിലത്തെ ഫസ്റ്റ് റൂം ഇതാണ്. കയറി വരുന്നിടത്ത് തന്നെ ഫസ്റ്റ് റൂം ഇതാണ്. ഇത് ഇതാണ് ജസ്റ്റ് ഇതിൽ നമ്മൾ താമസമായിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഒരു കട്ടിലും വാങ്ങി അതിന്റെ ഒരു മെത്തയും വാങ്ങി ജസ്റ്റ് ഇന്നലെ ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ താഴെ ചെയ്ത പോലെ തന്നെ ഒരു 2-3 ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷെൽഫുകളാണ് അവർ ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഈ റൂമും അതേപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് കയറത്തക്ക രീതിയിലാണ് നമ്മൾ ഈ റൂമും ചെയ്തേക്കുന്നത്. കാര്യം 2 സൈഡിലും നന്നായിട്ട് ജനലുണ്ട്. കാറ്റ് കയറത്തക്ക രീതിയിൽ ഈവൻ ഫാൻ ഇല്ലെങ്കിൽ കൂടിയും നന്നായിട്ട് കാറ്റ് കയറത്തക്ക രീതിയിലുള്ളതാ. നല്ല 2 സൈഡിലും ജനലും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സീലിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വേറൊരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. ആ രീതിക്ക് തന്നെ നമ്മൾ അയച്ചു കൊടുത്തു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അവരത് ചെയ്തു തന്നു. പിന്നെ ഫാൻ സെലക്ട് ചെയ്തപ്പം നമുക്ക് ആ കറക്റ്റ് ആ കളറിന് സെയിം കളർ തന്നെ നമുക്ക് ഫാനും കിട്ടുകയാണ് ചെയ്തത്. അപ്പം ഈ റൂമിൽ കയറുമ്പം തന്നെ അതിൻ്റെതായ ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഭിത്തിയുടെ ഒരു വശമായിട്ട് നമ്മളൊരു ലൈറ്റ് പച്ച ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. മേളത്തെ 2 റൂമിൽ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമും നല്ല ഒരു തറയൊക്കെ ആണെങ്കിലും അറിയില്ലേ, നല്ല ഒരു എന്താ പറയുക, നമുക്ക് പാറക്കല്ലിന്റെ ഒരു ഇത് തന്നെയാണ് ആ ഒരു ഇതിലുള്ള ടൈല് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടൈലും കാര്യങ്ങളുമാണ് ഈ ബാത്റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ മേളിലത്തെ അച്ചുകുട്ടന്റെ റൂമായിട്ട് നമ്മൾ കണ്ടത്. അച്ചുകുട്ടൻ പറഞ്ഞു അച്ചുകുട്ടന്റെ റൂമിന് ബ്ലൂ വേണമെന്ന്. എന്ത് വേണം? ബ്ലൂ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അച്ചുകുട്ടന്റെ റൂം. ഇതില് നമ്മള് മെറ്റയൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് നേരത്തെ പണിഞ്ഞ ഒരു കട്ടിലായിരുന്നു, അക്കേഷ്യയുടെ ഒരു കട്ടിലായിരുന്നു. ഇങ്ങനെ ആ ഒരു കട്ടിലും പിന്നെ അത്യാവശ്യം ജസ്റ്റ് ഇവിടെ ഒരു 2 ഷെൽഫും സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതുവരെ ഇങ്ങോട്ടൊന്നും ഷിഫ്റ്റ് ചെയ്തതോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ബാത്റൂമും മറ്റേതുപോലെ തന്നെ ഇതെല്ലാം വേറൊരു ഡിസൈനാണ്. തറ എല്ലായിടും ഒരേപോലെയാണ്. പാറക്കല്ലിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഭിത്തിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡെക്കറേഷൻ ഉള്ള ടൈലാണ് അവര് എടുത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് മേളിലെത്തത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഉള്ള നമ്മുടെ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പൊക്കത്തിലുള്ള വീടായതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല വ്യൂ ആണെന്ന് വേണം പറയാൻ. നല്ല പൊക്കത്തില്, അതേപോലെ തന്നെ നല്ല 2-3 തൂണ് കൊടുത്തിട്ടുണ്ട്. ഈ തൂണാണ് ഈ വീട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണം പറയാനായിട്ട്. നല്ല പൊക്കമാണ്. ഇവിടുന്ന് താഴോട്ടൊന്ന് കാണിച്ചാൽ നോക്കി. പൊക്കം നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. കാര്യം അത്രമാത്രം പൊക്കത്തിലാണ് വീട് വച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ഈ തൂണാണ് ഈ വീട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അമ്മയുടെ സെലക്ഷൻ ആയിരുന്നു ഈ തൂണെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടും കാര്യങ്ങളും. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതെന്ന് പറയുന്നത് ഈ വീടിന്റെ മെയിൻ ഡോറാണ് കേട്ടോ. അതൊരു നല്ല ഭംഗിയിലാണ്, നല്ല ഭംഗിയുള്ള ഒരു കതവാണ് അവര് നമുക്ക് സെലക്ട് ചെയ്ത് തന്നത്. ഡോർ ഇങ്ങനെ തുറന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ സൈഡ് എന്ന് പറയുന്നത് ഇത് കാണിച്ചില്ലല്ലോ, ഇങ്ങോട്ട് നോക്കി, അതെടുക്ക മക്കളെ, ഇട്. ഇതെന്റെ അച്ചുകുട്ടന് മാത്രം വാങ്ങിയ 2 ഐറ്റങ്ങളാണ്. അച്ചുകുട്ടന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചുകുട്ടന് അച്ഛനെ പോലെ ജിം ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് അച്ചുകുട്ടൻ അങ്ങനെ കഴിഞ്ഞ ദിവസം പോയി 2 ഡമ്പലൊക്കെ വാങ്ങി കൊടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഞാൻ വേറെ ദിവസം ചെയ്തിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വയറൊക്കെ കുറച്ചിട്ട് ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളിവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും അങ്ങ് സെറ്റ് ചെയ്തേക്കാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കഴുകാനുള്ളതൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, പിന്നെ എടുത്തു പറയാനായിട്ട് ഇപ്പം മേളത്തെ റൂഫാണ് കേട്ടോ. മേളിൽ കാണിക്കാം. എടുത്തു പറയാൻ മേളത്തെ റൂഫാണ്. അപ്പൊ നമ്മള് മൊത്തത്തിലായിട്ട് വീട് ചെയ്തിട്ട് മേളിൽ നമ്മൾ റൂഫ് അങ്ങ് ചെയ്തു. ഇതാണ് മേളത്തെ നമ്മളെ റൂഫ് എന്ന് പറയുന്നത്. അത്യാവശ്യം അതുകൊണ്ട് റൂഫും കൂടെ ചെയ്തുകൊണ്ട് ശരിക്കും സ്ഥലം ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല സ്പേസ് ഉണ്ട്. നമുക്കിനി ഫ്യൂച്ചറിലാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കൂടിയും നല്ല സ്പേസ് ഉണ്ട്. നല്ല രീതിക്ക് നല്ല ടാറ്റയുടെ ഓരോ ഷീറ്റാണ് അവർ ഇട്ട് തന്നത് തന്നെ. കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഏറ്റവും മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. അമ്മ നിൽക്കുന്നുണ്ട്, അത്രയും താഴ്ച നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മ. താഴെ വരുമ്പം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലോകം. സത്യം പറഞ്ഞാല് ഞങ്ങളുടെ സ്വർഗം എന്ന് വേണം പറയാനായിട്ട്. ഇതാണ് എൻ്റെ അമ്മയും അച്ഛനെന്ന് പറയാൻ. ഞാൻ എൻ്റെ രായപ്പ. രാവിലെ ഒരു പത്രം കൊടുത്താൽ മതി, അതുകൊണ്ട് അവിടെ ഇരുന്നോളൂ. രായപ്പ ഒരു ഹായ് പറയൂ രായപ്പ. ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും. എൻ്റെ അമ്മയും അച്ഛനും ആയിരുന്നു ഞങ്ങള് അവിടെ ആയിരുന്നപ്പോഴാണെങ്കിൽ എൻ്റെ വീട് എല്ലാം നോക്കി കണ്ട്. എൻ്റെ മാമനും അതേപോലെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യാനായിട്ട്. അമ്മയും അച്ഛനും മാമനും ഒക്കെ ചേർന്നിട്ടായിരുന്നു സന്തോഷമായിട്ട് എൻ്റെ വീട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീടിന്റെ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചെയ്തു തന്നെ ഞങ്ങളുടെ രണ്ട് സന്താനങ്ങളാണ് ഈ 2 സുന്ദരനുമായ എൻ്റെ അച്ഛനും അമ്മയും. പിന്നെ ദാ നിൽക്കുന്ന എൻ്റെ മുത്തുമണി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്വർഗം എന്ന് വേണം പറയാനായിട്ട്. അച്ഛാ ഇങ്ങോട്ട് നോക്കച്ചാ, അച്ഛന്റെ ഒരു എക്സാം. അച്ചക്കൂട്ടാ
അപ്പൊ എല്ലാവർക്കും നമ്മുടെ താങ്ക്സ് പറഞ്ഞിട്ട് നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന്ന് പറയുക. എപ്പോഴും എനിക്ക് ഇത്രയും നാള് തന്നേക്കുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണേന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.